കല്യാണം നോക്കുന്ന പയ്യന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ പെൺകുട്ടി പറയാണ്, എനിക്ക് താല്പര്യമില്ല ചേട്ടാ വിവാഹത്തിന്, വീട്ടുകാരെ നിർബന്ധിച്ച് ചെയ്യുന്നതാണ്, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം എന്ന് നിങ്ങളോട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടിയെ കല്യാണത്തിന് നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല. ആ കുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലിയും ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി റെഡിയായി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ ആൾക്ക് ഒരു പാർട്ട്ണർഷിപ്പോ കമ്പാനിയൻഷിപ്പിനോ ഒന്നും ആള് മാനസികമായിട്ട് റെഡി ആയിട്ടുണ്ടാവില്ല. മാരേജ് എന്നത് ആ ഒരു 1-2 ദിവസത്തെ പരിപാടിയല്ല. അത് ആ ഒരു കളറിനും ആഘോഷങ്ങൾക്കും ഒക്കെ അപ്പുറം ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സും ഒരുപാട് സാക്രിഫൈസസ് ഒക്കെ വേണ്ടി വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാരേജ്. പിന്നെ ഡെഫിനറ്റ്ലി അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഇഷ്ടവും താല്പര്യവും ഒക്കെ അങ്ങോട്ട് വേണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ഗ്രാജുവലി നിങ്ങൾക്കൊരു ബേർഡൻ ആവുകയാണ് ചെയ്യാം. താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഒരു മാരേജ് ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടും എത്ര കൗൺസിലിംഗ് എടുത്തിട്ടും ഒന്നും കാര്യമില്ല. അയാൾ മാനസികമായിട്ട് പ്രിപ്പയർ അല്ലാത്ത ഒരു കാര്യത്തിന് ആളെ ഫോഴ്സ് ചെയ്ത് എന്നുള്ള ഒരു ദേഷ്യം, റിസെന്റ്മെന്റ് ഒക്കെ ആയിരിക്കും അയാൾക്ക് നിങ്ങളോട് ഉണ്ടാവുക. നിങ്ങളുടെ താല്പര്യങ്ങളോടും നിങ്ങളുടെ മോറൽ വാല്യൂസിനോടും നിങ്ങളുടെ ബിലീഫ്സിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാള് ലോകത്ത് എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ആ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ടൈം കൊടുക്കുക. അല്ലാതെ എടുത്ത് ചാടി താല്പര്യമില്ല എന്ന് പറയുന്ന ആളെ ഫോഴ്സ്ഫുള്ളി അയാളെ ശരിയാക്കി എടുക്കാം അല്ലെങ്കിൽ ശരിയായിക്കോളും എന്നൊക്കെ കരുതി മാരേജ് ചെയ്യുന്നത് വെറും വെഡിത്താണ്.